പക്ഷേ യൂണിയൻ ഗവൺമെൻറ് അത് അംഗീകരിക്കുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങളല്ല നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. നിയമത്തിനോ രാജ്യസഭ പാസ്സാക്കുന്ന നിയമത്തിനോ ഒന്നും ഒരു വിലയുമില്ല സാറേ. അല്ല, നിങ്ങൾ പാസ്സാക്കിയ നിയമത്തിന്റെ അല്ലേ പറഞ്ഞ ജോമോനെ, നിങ്ങൾ അങ്ങനെ കൊണ്ടുവന്നല്ലേ ഇലക്ട്രൽ ബോണ്ട്. ഇത് നമുക്ക് നിയമസഭയിൽ അല്ലെങ്കിൽ പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളത് കൊണ്ട് എന്തും നടത്താനുള്ള അധികാരമൊന്നുമല്ല. ആ അധികാരങ്ങളെല്ലാം ഭരണഘടനയ്ക്ക് വിധേയമാണ്. ഭരണഘടനയ്ക്ക് വിധേയമല്ലാത്തതായിട്ടുള്ള ഒരു കാര്യവും ഡോക്ടർ സമ്പത്ത് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കോടതിയിലാണ് പറയേണ്ടത്. ആ കാര്യങ്ങൾ നിങ്ങൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല. 143 വെച്ച് പറ്റില്ല, 145 പറഞ്ഞിട്ടുണ്ട് അധികാരമില്ല എന്നൊക്കെയാണ് താങ്കൾ പറയുന്നത്. അതൊക്കെ ഇതുവരെയും ചോദ്യം ചെയ്ത് പോയിട്ടില്ല. അല്ല, 143 ജോമോൻ പറഞ്ഞ 143 ഇതാണ്. ജോമോൻ പറഞ്ഞ 143 ഇതാണ്. പവർ ഓഫ് പ്രസിഡന്റ് ടു കൺസൾട്ട് സുപ്രീം കോർട്ട് 143(1). അല്ല, ഇത് ഈ കേസ് അതുമായി ബന്ധപ്പെട്ടാണോ? അല്ലല്ലോ. ഇഫ് at any time, it appears to the president that a question of law or fact has arisen, or is likely to arise, which is of such nature and of such public importance that it is expedient to obtain the opinion of the Supreme Court upon. അല്ല, ഇത് നമ്മളിപ്പോ എന്താ പറയേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന്റെ സമയം ഞാൻ അപകരിക്കുന്നത്, ഞാൻ തർക്കത്തിനില്ല. ബിജെപിയുടെ അഭിപ്രായം ഈ കാര്യത്തിൽ ഇത് തന്നെയാണെന്നും അവർ ഗവർണർമാരെ ഉപയോഗിച്ച് ഇപ്പോഴും മുന്നോട്ട് എങ്ങനെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ കൊണ്ടുപോകാമെന്നുമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അല്ല, ഞാനിപ്പോൾ ഇതിൽ വേറെ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പോൾ BJP നേതാക്കൾ അവരിപ്പോൾ ഞങ്ങൾക്ക് നുണ പറയാനുള്ള മൗലിക അവകാശമുണ്ട് എന്നവർ ധരിച്ചു വശായാൽ എനിക്ക് അവരോടൊന്നും പറയാനില്ല. ഞങ്ങൾ പറയുന്നതാണ് നിയമം എന്നവർ പറയുന്നുവെങ്കിൽ എനിക്ക് വേറൊന്നും അവരോട് തർക്കിക്കാനായിട്ടില്ല. ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് ലോക്സഭയിൽ രാജ്യസഭയിൽ, അതുകൊണ്ട് അവിടെ പാസ്സാക്കുന്നതെല്ലാം നിയമങ്ങളാണ്, അതാണ് ഭരണഘടനയേക്കാൾ വലുത് എന്ന് പറഞ്ഞാൽ പിന്നെ അവരോട് പറഞ്ഞിട്ട് വേറൊരു കാര്യമില്ല. ഇത് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് പോലും അസാധുവാക്കാനുള്ള അധികാരം നൽകപ്പെട്ടിട്ടുള്ളതാണ് സുപ്രീം കോടതി, ഇല്ലേ? സുപ്രീം കമാൻഡർ ഓഫ് ദ ആംഡ് ഫോഴ്സസ് ആണ് ഇന്ത്യയുടെ രാഷ്ട്രപതി. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോഴത്തേക്ക് ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ യാതൊരു വിധത്തിലുള്ള അഡ്വൈസുമില്ല, അഡ്വൈസാണ്, അതുകൊണ്ട് അംഗീകരിക്കേണ്ട എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അങ്ങനെ യാതൊരു വിധത്തിലുള്ള ക്യാബിനറ്റിൻ്റെ തീരുമാനമില്ലാതെ തന്നെ നാളെ ഇന്ത്യൻ പ്രസിഡന്റ് ഏതെങ്കിലും രാഷ്ട്രങ്ങളുമായി യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു നിലയിലേക്ക് വന്നാൽ രാഷ്ട്രപതിക്ക് അത്തരത്തിൽ യുദ്ധം പ്രഖ്യാപിക്കാൻ അധികാരമുണ്ട് ഭരണഘടന അനുസരിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അത് വഹിച്ചു കൊടുക്കാൻ കഴിയുമോ? അത് ഭരണഘടനാ വിരുദ്ധമല്ലേ?